ശ്രീ വി മുരളീധരൻ, ഈ വായ്പാ പരിധിയിൽ വൻതോതിൽ കുറവ് വരുത്തുന്നു കേന്ദ്ര സർക്കാർ എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ആവർത്തിക്കുന്ന ഒരു ആരോപണം. നമുക്കറിയാം, ഈ നികുതി പിരിച്ചെടുക്കുന്നതിലെ പോരായ്മയുണ്ട്, ധനകാര്യ മാനേജ്മെന്റിന്റെ അഭാവമുണ്ട്. ഇവിടെ ഈ സ്വയം വരുത്തി വെച്ചവനെ അല്ലെങ്കിൽ തങ്ങളുടെ കഴിവുകേട് കേന്ദ്ര സർക്കാരിന്മേൽ ചുമത്തുകയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പഴിചാരൽ മാത്രമാണ് മുഖ്യമന്ത്രി നടത്തുന്നത്, അല്ലേ? തീർച്ചയായിട്ടും വായ്പാ പരിധിയിൽ ഒരു വെട്ടിക്കുറക്കലും നടത്തിയിട്ടില്ല. അങ്ങനെ വെട്ടിക്കുറക്കൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ മുമ്പാകെ വരട്ടെ, ആ കാര്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കട്ടെ. വായ്പാ പരിധി കൊടുക്കാനുണ്ടായിരുന്ന മുഴുവൻ തുകയും കൊടുത്തു. 2020, 21, 22, 23, 24 ജാനുവരി 24 വരെയുള്ള തുക എത്ര ആണ് ധനകാര്യ കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് കണക്കുകൾ ഫെബ്രുവരി 5 പാർലമെന്റിൽ ധനകാര്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു പൈസ പോലും കുറച്ചിട്ടുമില്ല. അപ്പൊ ഇതൊക്കെ ഒരു പ്രചരണം എന്നുള്ളത്, ഈ പ്രചരണം പല പല പേരുകൾ പറഞ്ഞുകൊണ്ട്, പല കാരണങ്ങൾ, പല ഹെഡ് പറഞ്ഞുകൊണ്ട് തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ വസ്തുത.